ഇന്ന് നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയായിട്ടുള്ള പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 150 ഗ്രാം ഇഞ്ചി ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഓയിലിലേക്ക് തന്നെയാണ് കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ തന്നെ കായം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള പൾപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1/4 കപ്പ് അളവിൽ പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ക്യൂബ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഫ്രൈ ആക്കിയത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഇത് എത്ര തിക്നെസ് വേണം അത്രയും നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ആ പുളിങ്കറിയുടെ കറക്റ്റായിട്ട് തിക്നെസ് വരുന്നത് വരെ ഞാനിതൊന്ന് വറ്റിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കറിയുടെ അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിത് വറ്റിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് വേണ്ട വറ്റിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് നന്നായിട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള പുളിങ്കറിയുടെ റെഡി ആയിട്ടുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇത് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണിട്ടത്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്